അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ ഇത് പറമ്പിൽ നിന്നുമുള്ള നമ്മുടെ വീടിൻ്റെ ഒരു വ്യൂ ആണ്. വീട് നമുക്ക് പറമ്പിലേക്ക് ഒന്നുകൂടി ഇറങ്ങാമെന്ന് തോന്നുന്നു. എന്നാൽ കുറച്ചുകൂടി നല്ല വ്യൂ കിട്ടാൻ സാധ്യതയുണ്ട്. അതാണിപ്പോൾ കൊതുകുകൾ കടിക്കാൻ വരുന്നു. ഈ സാധനത്തിൻ്റെ പേരാണ് അച്ചിങ്ങ. നിങ്ങൾ അച്ചിങ്ങ കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് അച്ചിങ്ങ. കൊതുകുകളെല്ലാം ആക്രമിക്കാൻ വരുന്നുണ്ട്. എന്ത് ചെയ്യുമെന്ന് യാതൊരു ഐഡിയയുമില്ല. ഇവിടെയൊക്കെ ഒന്ന് ട്രാക്ടർ മുഖേന ഒന്ന് കിളച്ച് മറിച്ചിട്ടുണ്ട്. വളരെ നല്ലതായിട്ടുണ്ട്. കാടൊക്കെ വെട്ടിയപ്പോൾ വളരെ നല്ല ഒരു പറമ്പ്. അൽഹംദുലില്ലാ. നമ്മുടെ വീടിൻ്റെ പറമ്പിൽ നിന്നുള്ള ദൃശ്യം. ഇതാണ് പറമ്പ്. നമ്മുടെ അതിർത്തി എവിടെയാണെന്ന് നോക്കാം. കുഞ്ഞാക്കയുമായുള്ള നമ്മുടെ അതിർത്തി എവിടെയാണെന്ന് നോക്കാം. ആ അതിർത്തിയാണ് ഈ കാണുന്നത്. ഇതാ ഈ തെങ്ങിൻ്റെ ഇവിടെ കാണുന്ന ചെറിയ ഒരു കല്ല് ചെറിയതാണ്. ഒരു ലൈൻ കാണാം, ഒരു കല്ലുള്ള ലൈനാണത്. ഇതാണ് കുഞ്ഞാക്കയുമായുള്ള അതിർത്തി. ഈ തെങ്ങ് അപ്പുറത്തും ആ തെങ്ങ് അപ്പുറത്തും ഇങ്ങനെ വരുമ്പോൾ ഈ തെങ്ങ് ഇപ്പുറത്തുമായി നിൽക്കുകയാണ് അതിർത്തി. അങ്ങനെ കുഞ്ഞാക്കാൻ്റെ പറമ്പിൻ്റെ ഒരു ദൃശ്യമാണിത്. അതിൻ്റെ പറമ്പിൻ്റെ ബാക്കാണിത്. അപ്പോൾ ഇതാണ് അതിർത്തി. ഈ അതിർത്തി അങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഇവിടെ നിന്നുള്ള ഒരു ദൃശ്യമാണത്. ബാക്കിലേക്കുള്ള ഒരു ദൃശ്യം. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പുറം കുഞ്ഞാക്കാൻ്റെത്, ഇപ്പുറം എൻ്റേത്. ഇങ്ങനെ വരുന്നു. ഒരു കുരുമുളക് മറിഞ്ഞു വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. ഇങ്ങനെ പോകുന്നു. ഈ അതിർത്തി ഇതാണിങ്ങനെ പോകുന്നത്. ഇത് ഇങ്ങനെ പോയി ആ കാണുന്ന മാനുവിൻ്റെ അതിർത്തിയിൽ മുട്ടും. നേരെ പോയിട്ട് അവിടുന്ന് അങ്ങോട്ട് ആണ് നമ്മുടെ അതിർത്തി. അപ്പോൾ അവിടുന്ന് ഈ ഭാഗം എൻ്റെതും അപ്പുറത്ത് കുഞ്ഞാക്കാൻ്റെതും ആ കാണുന്ന കരിങ്കല്ലിൻ്റെ കെട്ട് മാനുവിൻ്റെതും. നമുക്ക് തിരിച്ച് പോകാമെന്ന് തോന്നുന്നു. അങ്ങനെ തിരിച്ചിതാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള വീടിൻ്റെ ഒരു ദൃശ്യം, ബാക്ക് സൈഡ് ദൃശ്യം. നമുക്ക് അതിലെ പോകാം. ഇവിടെ നിന്നുള്ള ഒരു ദൃശ്യമാണ്. വേസ്റ്റ് ഇവിടെ തള്ളിയിട്ടുണ്ട്.
അങ്ങനെയുള്ളത് വന്ന വഴി തന്നെ തിരിച്ച് അങ്ങോട്ട് കയറുന്നതൊന്നുമില്ല എന്ന് തോന്നുന്നു. പിന്നെ തിരിഞ്ഞ് വന്ന് നമ്മൾ ഏകദേശം പറമ്പിൻ്റെ ഒരു അതിർത്തിയുടെ കുറച്ചൊക്കെ അരികിലൂടെ അങ്ങനെ കറങ്ങി വന്ന് ഇറങ്ങിയ ആ ഭാഗത്ത് ചായ്പുള്ള ആ ഏരിയയാണിത്. ആ ഏരിയയിലൂടെ നമുക്ക് മേലോട്ട് പോകാം. നമ്മുടെ ചായ്പിൻ്റെ ഉൾഭാഗമാണെങ്കിൽ നമുക്കൊന്ന് കാണാം. ഇതിങ്ങനെ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നമ്മുടെ ചായ്പിനുള്ളിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. എന്നിരുന്നാലും അതൊന്നും ഇത് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്. നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോകാം. ചായ്പിൻ്റെ ഉള്ളിൽ ഒന്ന് നോക്കിപ്പോകാം, എത്തി നോക്കാം. ഇതാണ് ചായ്പിനുള്ളിൽ കിടക്കുന്ന സംഗതികൾ. ഇവിടെ വല്ല ജന്തുക്കളുണ്ടോ എന്നറിയില്ല. പിന്നെ സംഗതികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഒരു മിനിമം ചായ്പ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നൊക്കെ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകാൻ വളരെ സുഖമാണ്. പൂട്ടിയിട്ടിട്ടൊന്നുമില്ല. എന്നാലും അതൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. ഇനി നമ്മളിങ്ങനെ വീടിൻ്റെ പിൻഭാഗത്തുള്ള ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ ആകെ കുറേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വീടിനെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പിൻഭാഗം. എന്ത് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒരു കെട്ടുണ്ട്. ഇത് വെറുതെ ഒരു കെട്ട് കെട്ടിയതാണ്, ഒന്നുമില്ല. അത് അതിർത്തിയൊന്നുമല്ല. ഇത് ഇവിടെ നിന്നുള്ളൊരു ദൃശ്യമാണ്. ഇതിപ്പോൾ ഡൈനിങ് ഹാളിൽ നിന്ന് ഉള്ള 2 ജനലുകളാണിത്. മറ്റേ ആ ഓപ്പൺ ഏരിയയും അങ്ങനെ ഇതിലൂടെ വന്നാൽ ഒരു വാഴ കിടക്കുന്നത്. ഇതിലൂടെ അങ്ങനെ നമ്മൾ വന്നാൽ ഇതാണ് നമ്മുടെ ഈ ഭാഗം. ഇത് മറ്റേ ബെഡ്റൂമിൻ്റെ ഗസ്റ്റ് റൂമിൻ്റെ ബെഡ്റൂമിൻ്റെല്ലാണിത്. ഇവിടെ നിന്നുള്ളൊരു ദൃശ്യമാണിത്. പറമ്പിലേക്ക് ഈ ഏരിയകൾ. ഇത് പിൻഭാഗം. ഇവിടെ 2 വേസ്റ്റ് കുഴി കുഴിച്ചിട്ടുണ്ട്. ആ വേസ്റ്റ് കുഴി നമ്മുടെ വേസ്റ്റ് കെട്ടാൻ വേണ്ടി കുഴിച്ചതാണ്. ഈ ഭാഗത്തു നിന്നുള്ള ദൃശ്യം മുകൾ ഭാഗം. അങ്ങനെ നമ്മൾ ഇത് കിച്ചണിൻ്റെ ഭാഗത്തേക്കാണ് എത്തിയിട്ടുള്ളത്. ഇത് മാനവൻ്റെ വീടാണ്. നമ്മുടെ ആരുടെ കിച്ചണാണ് കാണുന്നത്. വളരെ അടുത്തിരിക്കുമ്പോൾ കുറച്ചൊരു വലിയ തേങ്ങ ഇവിടെ കിടക്കുന്നുണ്ട്. ചകിരികൾ. ഇതാണ് വാഴയല്ല, ചേമ്പ്. ഇവിടെ നിന്നുള്ള ദൃശ്യമാണത്. ഇതാണ് കിച്ചണിൻ്റെ ജനലുകളാണ് കണ്ടത്. ചില്ലി ജനലുകളാണ് കാണുന്നത്. തിരിച്ച് നമ്മൾ ഇതാണ് കിച്ചണിൻ്റെ ബാക്ക് കിച്ചണിലേക്കുള്ള എൻട്രൻസ്. പുറത്തു നിന്നുള്ള എൻട്രൻസ്. നമ്മുടെ ഈ ഏരിയയാണ്. സിറ്റിങ്ങിൻ്റെ ജനലുകളാണ്. പൈപ്പുകൾ പോകുന്നു.
മുകളിൽ ഓപ്പൺ ടെറസ്, കിച്ചൻ്റെ എൻട്രൻസ്. അവിടെ മുന്നോട്ട് പോയാൽ ഒരു ഇത് ഉപ്പാൻ്റെ റൂമിൻ്റെ ജനൽ ഭാഗമാണിത്. അതിൻ്റെ മുകളിലത്തെ ബേബിയുടെ റൂമിൻ്റെ നമ്മളിപ്പോൾ മുൻഭാഗത്തെത്തി. വീടിൻ്റെ മുൻഭാഗത്തെത്തി. വീടിൻ്റെ മുൻഭാഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ വീടിൻ്റെ മുൻഭാഗമാണിത്. സൈഡ് ഭാഗത്തേക്കുള്ള വ്യൂ ഇവിടുന്നാണ്. സൈഡ് ഭാഗത്തേക്കുള്ള വ്യൂ ആണിത്. വീട്. ഇവിടെ ഒരു ബദാം മരം ഉണ്ടായിരുന്നു, അത് വെട്ടിയിട്ട ചില്ലകളാണത്. ഇവിടെയായിരുന്നു ബദാം മരം. അതിന് മുമ്പുള്ളൊരു വ്യൂ എടുക്കാമായിരുന്നു, പക്ഷേ അതെടുത്തില്ല. കുഴപ്പമില്ല. നമുക്കൊരു പരിപാടി ഈ റെക്കോർഡിങ് അവസാനിപ്പിക്കുന്നത് ഈ പരിപാടി അവസാനിപ്പിക്കാൻ ഒരു തൊട്ടാവാടി വാടിച്ച് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. തുകകൾ ഉണ്ട് ഇവിടെ. തുക കടിക്കാതെ ഒരു തൊട്ടാവാടിയെ തൊടാനുള്ള ശ്രമത്തിലാണ്. തൊട്ടാവാടികൾ ഇവിടെയുണ്ട്, നമുക്കത് നോക്കാം. ഇതാ തൊട്ടാവാടികൾ തന്നെയാണ്. നമുക്ക് ഈ തൊട്ടാവാടിയെ തൊട്ടുകൊണ്ട് അതിനെ വാടിക്കാം. തൊട്ടാവാടിയെ തൊട്ടുകൊണ്ട് വാടിക്കാമെന്ന് തോന്നുന്നു. ഇതൊക്കെ തൊട്ടാവാടികളാണ്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കണം എങ്ങനെയാണ് തൊട്ടാവാടികൾ വാടുന്നത്. കണ്ടോ, വാടിപ്പോയി 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 വാടിപ്പോയി. ഇനി നോക്കൂ, നമുക്കിതിനെ വാടിക്കാം. എല്ലാം വാടിപ്പോയി. ഇത് നോക്കൂ, അതും വാടി. ഇതാ ഇവിടെ കുറേ കൂട്ടങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റെക്കോർഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കൂടി നോക്കൂ. ഇതാണ് നമ്മുടെ തമാം.ഹോം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.